എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 52 ശ്ലോകം 10, 11, 12, 13, 14, 15, 16, 17, 18 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ജരാസന്ധൻ ആ അഹങ്കാര നിമിത്തം ഭഗവാനെ പരിഹസിച്ചുകൊണ്ട് ഓടിപ്പോണത് കണ്ടപ്പോഴേ രാമകൃഷ്ണന്മാരെ പരിഹസിച്ചുകൊണ്ടാണ്. പേടിത്തൊണ്ടന്മാരിതാ ഓടിപ്പോടും എന്നൊക്കെ പറഞ്ഞിട്ട് തേർപ്പടകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി പിന്നാലെ ഓടുകയാണ്. അങ്ങനെ ഭഗവാന്മാര് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. പ്രദ്രുത്യ ദൂരം സംശ്രാന്തൗ തുംഗമാരുഹതാം ഗിരിം പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യദാ യത്ര വർഷതി. അങ്ങനെ ഓടി ഓടി തളർന്ന രാമകൃഷ്ണന്മാര് 11 യോജന ഉയരമുള്ളതും പ്രവർഷണം എന്നു പേരുള്ളതുമായ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അങ്ങോട്ട് കയറി. അത് വർഷത്തിന്റെ അധിപതിയായ ഭഗവാൻ ഇന്ദ്രൻ എല്ലാ കാലത്തും എല്ലാ ദിവസവും അവിടെ മഴ പെയ്യിക്കണം. അതുകൊണ്ടാണ് ഇതിന് പ്രവർഷണം എന്ന പേര് ഉണ്ടായത്. എല്ലാ കാലത്തും വർഷിക്കുന്നത് കൊണ്ട് പ്രവർഷണം. ഗിരൗ നിലീനാവാജ്ഞായ നാധിഗമ്യപദം നൃപ ദദാഹ ഗിരിമേധോഭി സമന്താദ് അഗ്നിമുത്സൃജൻ. അപ്പൊ രാമകൃഷ്ണന്മാര് ആ പർവ്വതത്തിന്റെ ഒരു ഗുഹയില് ചെന്ന് ഒളിച്ചിരിക്കുകയാണെന്നാണ് ജരാസന്ധൻ വിചാരിച്ചത്. 4 ഭാഗത്തും തിരഞ്ഞു നോക്കി, കാലടിപ്പാടുകളൊന്നും കാണാനില്ല. അപ്പൊ അവര് വലിയ തന്നെ മനസ്സിലായി. അങ്ങനെ പർവ്വതത്തിന്റെ 4 ഭാഗത്തും വിറകുകളെ കൂട്ടി അങ്ങോട്ട് ദഹിപ്പിച്ചു. അപ്പൊ ഏതെങ്കിലും ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും ദഹിച്ചു പോകൂലോ. അങ്ങനെ വിചാരം കൊണ്ട് തീ വെച്ചുകൊണ്ട് തത ഉൽപ്പത്യതരസാ ദഹ്യമാന തടാദുഭൗ ദശൈകയോജനോത്തുംഗാൽ നിവേതതു അധോ ഭുവി. പർവ്വതത്തിന്റെ ആ പ്രാന്തപ്രദേശങ്ങളിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ അത്രയും 11 യോജന ഉയരമുള്ള ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അവര് പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് ചാടി രണ്ടുപേരും. എന്നിട്ട് ജരാസന്ധന്റെ സൈന്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് ചെന്നങ്ങോട്ട് നിന്നു. അലക്ഷ്യമാണൗരിപുണ സാനുഗേനയതുത്തമൗ സ്വപുരം പുനരായാതൗ സമുദ്രവരിഖാം നൃപ. ശ്രീ ശുകബ്രഹ്മർഷി പറയണ്, ഹേ രാജാവേ, അത്ര ഉയരത്ത് നിന്ന് ഒറ്റ ചാട്ടത്താൽ തന്നെ ആ താഴത്തേക്ക് വന്നു ആ രാമകൃഷ്ണന്മാര്. ജരാസന്ധനും സൈന്യമൊക്കെ സാവധാനത്തിൽ കുറെ നേരം തെരഞ്ഞു നോക്കി. അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഉടനെ യദുശ്രേഷ്ഠന്മാരായ രാമകൃഷ്ണന്മാര് സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ വാസസ്ഥാനമായിട്ടുള്ള ആ ദ്വാരകയിലേക്ക് തന്നെ അവര് എത്തുകയും ചെയ്തു. സോവി ദഗ്ധാവിധി മൃഷ മന്വാനോ ബലകേശവോ ബലമാകൃഷ്യ സുമഹൻ മഗധാൻ മാഗധോയയോ. കുറേ തെരഞ്ഞു, എന്നിട്ടും രാമകൃഷ്ണന്മാരെ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പൊ ആ ബലരാമനും കൃഷ്ണനും പർവ്വതത്തിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്ന തീയിൽ വീണ് ദഹിച്ചു പോയിട്ടുണ്ടാവും രണ്ടുപേരുടെയും കഥ കഴിഞ്ഞിട്ടുണ്ടാവും. തെറ്റിദ്ധരിച്ചിട്ട് അവര് ആ ജരാസന്ധൻ തന്റെ ആ മഹാസൈന്യത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മഗധ രാജ്യത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പിന്നെതാ കഥ മാറ്റി പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി. രുക്മിണി സ്വയംവരത്തിന്റെ മുമ്പുള്ള രുക്മിണിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ബലരാമന്റെ വിവാഹത്തിനെ പറ്റി ഇതാ പറയണം.
ആനർത്താധിപതി ശ്രീമാൻ രൈവതോ രേവതിം സുതാം ബ്രഹ്മണാ ചോദിത പ്രാതാൽ ബലായേതി പുരോഹിതം. ആ ശ്രീകൃഷ്ണന്റെ വിവാഹങ്ങൾ പറയാൻ ഭാവിക്കുന്ന ആചാര്യൻ 9ാമത്തെ സ്കന്ധത്തിലെ മുമ്പ് പറഞ്ഞ ആ ബലരാമന്റെ വിവാഹം രാജാവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആനർത്ത രാജ്യത്തിലെ രാജാവായ രൈവതൻ, അതായത് കകുൽമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ശരിക്കും, ബ്രഹ്മാവിന്റെ കൽപ്പന പ്രകാരം തന്റെ പുത്രിയായ രേവതിയെ ബലരാമന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവാനഭി ഗോവിന്ദ ഉപയേമേ കുരുദ്വഹ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്ര സ്വയം വരേ പ്രമഥ്യതരസാരാജ്ഞ ശാല്വാദീൻ ചൈദ്യപക്ഷഗാൻ പശ്യതാം സർവലോകാനാം താക്ഷ്യപുത്ര സുധാമിവ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ കുരുശ്രേഷ്ഠ, സകല ഐശ്വര്യ പരിപൂർണനായിരിക്കുന്നുവെങ്കിലും ലീലാവിഗ്രഹം ധരിച്ച് ഭൂമിയിൽ അവതരിച്ച് ധർമ്മ സംരക്ഷണം ചെയ്ത് കളിക്കുന്ന ഭഗവാൻ ശ്രീ ഗോവിന്ദൻ മഹാലക്ഷ്മിയുടെ അവതാരമായിരിക്കുന്ന ഭീഷ്മകപുത്രിയായ രുക്മിണിയെ സ്വയംവരാവസരത്തിൽ സകല ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കെ അപഹരിച്ചു. അപ്പോ തടുക്കാൻ വന്ന ശിശുപാല കക്ഷികളായ ശാല്വാദി രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ച് ദേവലോകത്ത് ചെന്ന് ദേവന്മാരെ തോൽപ്പിച്ച് ഗരുഡൻ അമൃതം സ്വാധീനപ്പെടുത്തിയതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നിൽ നിന്ന് എപ്പോഴും പിരിയാതെ ഇരിക്കുന്ന ലക്ഷ്മിയെ ഒരു കല്യാണ വ്യാജേന സ്വാധീനമാക്കുന്ന മഹാലക്ഷ്മി എപ്പോഴും കൂടെ ഉണ്ട്. അതാ അപ്പൊ രുക്മിണി മഹാലക്ഷ്മിയുടെ അവതാരമാണെന്ന് അതാ പറയണു. അങ്ങനെ അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കാണ്, ഭഗവാൻ ഭീഷ്മകസുധാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. രാജാവ് ചോദിക്കണം, ഭീഷ്മകപുത്രിയും സുന്ദരിമായ രുക്മിണിയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധത്തിൽ വീരന്മാരായ രാജാക്കന്മാരെ ജയിച്ച് കല്യാണം കഴിച്ചു എന്ന് മുമ്പ് തന്നെ അങ്ങനെ സാമാന്യമായിട്ട് കേട്ടിട്ടുണ്ട്. സ്വയംവരത്തിന് വന്നിരിക്കുന്ന എല്ലാവരെയും ജയിച്ച് കന്യകയെ സ്വാധീനപ്പെടുത്തുന്നതായ വിവാഹ സമ്പ്രദായത്തിന് രാക്ഷസം എന്നാണ് പേര്, അല്ലെ? ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസ യഥാമാഗതശാൽവാദീൻ ജിത്വാ കന്യാമുപാഹരൽ. ഹേ ഭഗവൻ, നിന്തിരുവടിക്ക് അറിവില്ലാത്തതൊന്നുമില്ലല്ലോ. മഹാപരാക്രമശാലിയായ ശ്രീകൃഷ്ണൻ ജരാസന്ധൻ, ശാല്വൻ മുതലായ രാജവീരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് രുക്മിണിയെ അപഹരിച്ച ചരിത്രം വിസ്തരിച്ച് കേൾക്കണമെന്ന് എനിക്ക് മോഹമുണ്ട്, പറഞ്ഞു തരണേ എന്ന് പറയാണ്. പിന്നെ ഇതാ പറയണു, ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യാ സാധ്വേ ലോകമലാപഹ ഓനു തൃപ്യേത ശൃണ്വാന ശ്രുതജ്ഞോ നിത്യനൂതനാഹ. അങ്ങ് ഇത്ര ചുരുക്കിയിട്ട് ഈ രുക്മിണി സ്വയംവരം കഥ പറഞ്ഞാൽ പറ്റില്ല മഹർഷി, എനിക്കത് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. എല്ലാവർക്കും കേട്ടാലും കേട്ടാലും മതി വരാത്ത ആ ശ്രീകൃഷ്ണ കഥകള് കേട്ടത് മതി എന്ന് ആർക്കാ തോന്നുക മഹർഷി? മധുരരസങ്ങൾ വർഷിക്കുന്നതാകയാൽ അർത്ഥഗാംഭീര്യത്തെ വെളിപ്പെടുത്തുന്ന ആ കഥ കേൾക്കുന്ന ഏതൊരു ശ്രോതാവിന് അത് മതിയെന്ന് തോന്നും. അവിദ്യാദി ദോഷങ്ങൾ നശിപ്പിക്കാൻ സാമർഥ്യമുള്ള ആ കഥകൾ ഏതൊരു മോക്ഷാർത്ഥി കേട്ടതു മതി എന്ന് തൃപ്തിപ്പെടും. പ്രതിക്ഷണം നൂതനമായ ആനന്ദം നൽകാൻ സാമർഥ്യമുള്ള അവ കേൾക്കുന്ന ഏതൊരു ഭക്തൻ തൃപ്തനാകും. കേൾക്കുന്തോറും പിന്നെയും പിന്നെയും കേൾക്കണം, കേൾക്കുന്തോറും നൂതനം നൂതനം, എത്ര കേട്ടാലും നവം 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 എന്ന് തോന്നുന്ന ആ കൃഷ്ണകഥകള് അത് കേട്ടതിന്റെ സാരം ധരിക്കാൻ സമർത്ഥനും ആണെങ്കിലും ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ശ്രീകൃഷ്ണ കഥകൾ കേട്ടത് മതി എന്ന് തോന്നില്ല. വിസ്തരിച്ച് കേൾക്കാൻ എനിക്ക് നല്ല മോഹമുണ്ട് മഹർഷി എന്ന് പറയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പതാ പരീക്ഷിത്ത് മഹാരാജാവിനോട് ശ്രീ ശുകബ്രഹ്മർഷി രുക്മിണി വിവാഹം വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കണം. ശ്രീ ശുക ഉവാച രാജാസീൽ ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഃ
കന്യൈകാച വരാനന. വിദർഭ രാജ്യാധിപതിയായിട്ട് ഭീഷ്മകൻ എന്നുപേരായ മഹാഗുണശാലിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരും അതിസുന്ദരിയായ ഒരു പുത്രിയും ഉണ്ടായി. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.